കോഴിക്കോട് കാരപ്പറമ്പിലെ കോളിയോട്ട് കെട്ടിടത്തിൽ വർഷങ്ങളായി കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ കോർപ്പറേഷൻ നിയമവിരുദ്ധമായി കുടിയൊഴിപ്പിക്കുന്നതായി പരാതി വരുന്നു. തൊട്ടടുത്ത് വരാനിരിക്കുന്ന പുതിയ കെട്ടിടത്തിന് വേണ്ടിയാണ് തങ്ങളെ പടിയിറക്കുന്നതും മതിയായ ധനസഹായം പോലും നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും വ്യാപാരികൾ പറയുന്നു. കോഴിക്കോട് നിന്ന് ദിലിഷ തലയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോർപ്പറേഷന്റെ ഇരുട്ടടി. ഇപ്പോൾ ഒരു 6 വർഷത്തോളമായി ഇപ്പോൾ ഇവർ കേസ് ഫയൽ ചെയ്തിട്ട് ഞങ്ങൾക്കെതിരായിട്ട്. അപ്പോൾ ഇത്രയും കാലമായിട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ കോർപ്പറേഷനെ കൂട്ടുപിടിച്ചിട്ട് ഒരു ഓവർസിയറും കൊണ്ടുവന്നിട്ട് ബിൽഡിംഗ് പരിശോധിച്ചിട്ട് അത് അപകടാവസ്ഥയിലാണെന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്കെതിരെ നോട്ടീസാക്കി 7 ദിവസം കൊണ്ട് ഇവിടുന്ന് ഇറങ്ങണമെന്നും പറഞ്ഞിട്ടുള്ള നോട്ടീസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെതിരാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. പതിറ്റാണ്ടുകളായി കോഴിക്കോട് കാരപ്പറമ്പിലെ കോളിയോട്ട് കെട്ടിടത്തിൽ വ്യാപാരം നടത്തുന്ന കച്ചവടക്കാർക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ നോട്ടീസ് എത്തുന്നത്. 7 ദിവസത്തിനകം കെട്ടിടം ഒഴിയണമെന്നായിരുന്നു മുന്നറിയിപ്പ്. ഈ കടകളെ ആശ്രയിച്ച് മാത്രം ഉപജീവനം നടത്തുന്ന 7ഓളം കുടുംബങ്ങൾ ഇതോടെ പ്രതിസന്ധിയിലായി. നമ്മൾ തലമുറകളായി ഇവിടെ കച്ചവടം ചെയ്യുകയാണ്. ഇപ്പം പെട്ടെന്ന് കോർപ്പറേഷൻ നമ്മളോട് 7 ദിവസത്തിനകം കച്ചവടം നിർത്തി ഇറങ്ങാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ ഒരു ചെറിയൊരു കച്ചവടത്തിൽ കൂടാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. നമുക്ക് എന്തെങ്കിലും അതിന് പറ്റിയ എന്തെങ്കിലും ഒരു ഇത് തരണം, അല്ലെങ്കിൽ നമുക്കൊരു കട തരണം അവർ. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ വഴക്കിനും ഇതിനൊന്നുമില്ല, നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി ഇറങ്ങും. അതിനുള്ളത് അവർ ചെയ്തു തരണം. നമുക്ക് എന്താണെന്നുള്ളത് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർ ചെയ്തു തരണം. നമുക്ക് പഴയ കെട്ടിടമാണെന്ന് പറഞ്ഞാണ് കോർപ്പറേഷൻ അധികൃതർ വ്യാപാരികൾക്ക് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇതിനേക്കാൾ മോശാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ കാരപ്പറമ്പിൽ തന്നെയുണ്ടെന്നും കെട്ടുറപ്പുള്ള കെട്ടിടത്തിലാണ് തങ്ങൾ വ്യാപാരം നടത്തുന്നതെന്നും കച്ചവടക്കാർ പറയുന്നു. ന്യായമായൊരു പൈസ കിട്ടിയാൽ ഞങ്ങൾ ഒയ്യാൻ തയ്യാറാണ്. പക്ഷേ അത് ചെറിയൊരു എമൗണ്ട് അവർ തരുകാൻ പറയുന്നത്. പിന്നെ ബിൽഡിങ്ങിന് കുഴപ്പമൊന്നുമില്ല, മെയിൻറ്റെയിൻസ് ചെയ്യായിട്ടാണ്. പിന്നെ അവിടുന്ന് റോഡ് പൊട്ടിക്കുക, കല്ലെറിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളെ ചോർച്ച ഉണ്ടാക്കുക, അങ്ങനെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുക ചെയ്യുന്നത്. കോളിയോട്ട് കെട്ടിടത്തിന് സമീപം വരാനിരിക്കുന്ന മറ്റൊരു കെട്ടിടത്തിന് പാർക്കിംഗ് ഒരുക്കാൻ തങ്ങളെ കുടിയൊഴിപ്പിക്കുന്നു എന്നാണ് വ്യാപാരികളുടെ പ്രധാന ആരോപണം. വൻകിട കമ്പനികൾക്ക് വേണ്ടി തങ്ങളെ പടിയിറക്കുന്ന കോർപ്പറേഷനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് വ്യാപാരികളും നാട്ടുകാരും. ഇവിടെ കച്ചവടം നടത്തി ഉപജീവനം നടത്തി വരുന്ന 7 കുടുംബങ്ങളാണ് തെരുവിലേക്ക് ഇറക്കപ്പെടാൻ പോകുന്നത്. കടകൾ ഒഴിയണമെങ്കിൽ കോർപ്പറേഷൻ അധികൃതർ ഇടപെട്ട് അർഹിക്കുന്ന ധനസഹായം നൽകണമെന്ന് മാത്രമാണ് വ്യാപാരികളുടെ ആവശ്യം. ജയൻ കല്യാശ്ശേരിക്കൊപ്പം ദിലിഷ തിലകൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.